അതിർത്തിയിൽ നിൽക്കുമ്പോൾ ബാലഗോപാൽ അവിടെയാണല്ലോ ഉള്ളത്. അതിർത്തിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സൈനിക നീക്കം എത്രത്തോളം ശക്തമാണ്? അതിർത്തി ഗ്രാമത്തിൽ നിന്ന് ബാലു തയ്യാറാക്കിയ ദിവസങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എല്ലാവരും ശ്രദ്ധിച്ച റിപ്പോർട്ടാണ്. അതിർത്തിയിൽ തൊട്ടടുത്ത്, അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നിയന്ത്രണ രേഖയാണ്. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ അവിടെ ബങ്കറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബങ്കറുകളിലേക്കും വേണ്ടി വന്നാൽ മാറാനുള്ള തയ്യാറെടുപ്പുകൾ അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ മേഖലയിൽ ഇപ്പോൾ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ. മറ്റൊരു വഴിയുമില്ലാതെ ഇപ്പോൾ നമ്മുടെ സൈന്യത്തെ നേരിടാനുള്ള ശേഷി അവർക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുമുണ്ട്. ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെങ്കിൽ പാകിസ്ഥാനിലെ ജനവികാരം അവിടുത്തെ സൈന്യത്തിന് കുറെ കാലമായി എതിരാണ്. ആ സർക്കാരിനുമൊക്കെ കുറെ കാലമായി എതിരാണ്. സൈന്യത്തെ പുച്ഛിക്കും ആളുകൾ പുറത്തിറങ്ങിയാൽ എന്നതുപോലും അവിടുത്തെ പല റിപ്പോർട്ടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് നേരെ അവരെ ലക്ഷ്യമിട്ടുള്ള ഷെല്ലാക്രമണവും മറ്റും നടക്കുമ്പോൾ ഈ നിയന്ത്രണയ്ക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളുടെ അവസ്ഥ എന്താണ്? ബാലു, വളരെ കുറച്ച് ദിവസമായേ ഉള്ളൂ പോയി മടങ്ങി വന്നിട്ട്. രതീഷ്, ഞാൻ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ, അതായത് ഇപ്പോൾ ഈ സംഘർഷം അതിശക്തമായ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് നടക്കുന്ന പല ഗ്രാമങ്ങളിലും ഞാൻ നേരത്തെ ഈ സന്ദർശനം നടത്തിയിരുന്നതാണ്. ആ മേഖലകളിലൊക്കെ തന്നെ അന്ന് തന്നെ, അതായത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യാക്രമണമോ അല്ലെങ്കിൽ ഷെല്ലിങ്ങോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് ഈ ബങ്കറുകളിൽ ഉൾപ്പെടെ സുരക്ഷിതമായി ഇരിക്കുന്നതിനുള്ള നടപടികൾ, അതിനുള്ള പരിശീലനങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. 2010 മുമ്പൊക്കെ ഇങ്ങനെ ഇത്തരം വലിയ ഷെല്ലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങി ഓടുക, അതല്ല എങ്കിൽ ഈ തുറസായ സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നുമല്ല. ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ പാകിസ്ഥാൻ്റെ ഈ പ്രകോപനമൊക്കെ നേരിടാൻ വേണ്ടി അവർ തയ്യാറാണ് എന്ന് നമ്മളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. കാരണം അതിശക്തമായ ബങ്കറുകൾ, മിലിറ്ററി ബങ്കറുകൾക്ക് സമാനമായ രീതിയിലുള്ള ബങ്കറുകളായിരുന്നു നമുക്ക് ഈ അതിർത്തി മേഖലകളിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഈ ബങ്കറുകൾ പലതരത്തിലുണ്ട്. കാരണം ഈ നഗര കേന്ദ്രീകൃതമായിട്ടൊക്കെ, അതായത് ഈ കുറച്ച് ഈ ഒരു സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഉള്ളതുപോലെയൊന്നും അല്ല. ഈ ഗ്രാമങ്ങളിലുള്ള അതിർത്തി ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വളരെ നല്ല കോൺക്രീറ്റ് സ്ട്രക്ചറുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഷെല്ലിങ്ങിൽ നിന്നും കാര്യമായ തോതിൽ, അതായത് നിലവിൽ 3 പേർക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഈ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാകിസ്ഥാൻ എന്താണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഈ അടിക്കടി പ്രകോപനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം ഈ മേഖലകളിലൊക്കെ സുസജ്ജമായിരുന്നു. കാരണം നമ്മുടെ പോസ്റ്റുകളിലൊക്കെ ആവശ്യത്തിന് ആയുധങ്ങളും സൈനികരും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏത് അടിക്കും തിരിച്ചടിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു സജ്ജീകരണം നമ്മുടെ സേനയുടെ ഭാഗത്ത് അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് ഒക്കെ നടത്തുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ ഈ സാധാരണക്കാരായ ജനങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ മാത്രമാണ് ഇതുവരെ ഈ ഷെല്ലിംഗ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഈ ആക്രമണത്തിന് ശേഷമുള്ള ഭീകര ക്യാമ്പുകൾ തകർത്തതിന് ശേഷമുള്ള വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വളരെ നിയന്ത്രിതമായ, എന്നാൽ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള സംയുക്ത ആക്രമണം. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പോലും പ്രകോപനമുണ്ടായിട്ട് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ല, അതിർത്തിയിലല്ലാതെ. അങ്ങനെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ്. അതാണ് നമ്മൾ ലോകത്തിന് നൽകുന്ന സന്ദേശവും. ഭീകരതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പും ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവും നമ്മൾ തുടരും. പഹൽഗാമിൽ വീണ ചോരയ്ക്ക് മറുപടി നൽകുകയാണ് നമ്മൾ. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ പിന്തുണ വരികയാണ് ഇന്ത്യക്ക്. ഇസ്രായേൽ supports India's right for self-defense. Terrorists should know there is no place to hide from their heinous crime against the innocent. Israel ambassador ആണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രത്യാക്രമണത്തിന് പിന്തുണ നൽകുകയാണ് ഇസ്രായേൽ. നമുക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലവുമില്ല. സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു ഇടവുമില്ല. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേൽ സർക്കാരിന്റെ ഉൾപ്പെടെ അങ്ങനെ പ്രതികരണങ്ങൾ വരുന്നു. നേരത്തെ അമേരിക്കൻ പ്രതികരണം വന്നതാണ്.